CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂരിൽ സാംസ്കാരിക ശില്പശാല സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 മുതൽ ഫെബ്രുവരി 15 വരെ ജില്ലയിലുടനീളം പ്രതിരോധ സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിക്കാൻ പരിപാടിയിൽ തീരുമാനമായി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ പുതിയ ദിശാബോധത്തോടെ ഊർജിതമായി സംഘടിപ്പിക്കുന്നതിന് CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക ശില്പശാല തീരുമാനിച്ചു. രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 മുതൽ ഫെബ്രുവരി 15 വരെ ജില്ലയിൽ വ്യാപകമായി സാംസ്കാരിക പ്രതിരോധ സദസ്സുകളും സംഘടിപ്പിക്കും. തുടർന്ന് സാംസ്കാരിക കലാജാഥകൾക്കും കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലാസായാഹ്നങ്ങൾക്കും നേതൃത്വം നൽകും. ചെറുവത്തൂർ കണ്ണാടിപ്പാറയിലെ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നടന്ന ആധിപത്യങ്ങളുണ്ടല്ലോ, ആ ആധിപത്യങ്ങളെയെല്ലാം തച്ച് തകർത്ത് മനുഷ്യരെ എല്ലാവിധ ആധിപത്യങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു ചോദ്യം, പണ്ട് കാലത്ത് ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ സോഷ്യലിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അധ്വാനിക്കുമ്പോൾ അധ്വാനത്തിനനുസരിച്ചുള്ള തിരിച്ചു കിട്ടലാണ്. അവിടെ ഒരു കൂലി അടിമത്വത്തിന്റെ പ്രശ്നം കിടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള വിഭാവനം ഓരോരുത്തരും അവരവന്റെ ശേഷിക്കനുസരിച്ച് അധ്വാനിക്കുക, ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടുക. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് നടക്കാൻ പറ്റുന്ന വ്യവസ്ഥയാണോ എന്ന ചോദ്യം വരാം. ചടങ്ങിൽ മണ്ഡലം MLA M രാജഗോപാലൻ അധ്യക്ഷനായി. മാർക്സിസത്തിന്റെ പ്രയോഗവും സമകാലിക സാഹചര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദിനേശൻ പുത്തലത്തും സാംസ്കാരിക രംഗത്തെ കടമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ മാസ്റ്ററും വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിലെ സാംസ്കാരിക പ്രവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി NK മനോഹരനും ക്ലാസുകൾ എടുത്തു. പരിപാടിയിൽ CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ VPP മുസ്തഫ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.